ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുർത്ത സെറ്റും കൊണ്ടാണ് കേട്ടോ. എല്ലാം വാങ്ങിച്ചിട്ടുള്ളത് മിന്ത്രയിൽ തന്നെയാണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ള സൈസ് എക്സൽ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാ സൈസിലുള്ളതും അവൈലബിൾ ആണ് മിന്ത്രയിൽ. അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് സൂപ്പർ ക്വാളിറ്റിയിൽ വരുന്ന 5 കുർത്ത സെറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ കുർത്ത വന്നിട്ട് ഇതാ ഈ ഒരു മെറൂണാണ് കേട്ടോ. ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ റെഡ് കളറായിട്ടാണ് തോന്നുന്നത്, പക്ഷേങ്കിൽ നല്ലൊരു മെറൂൺ കളറാണ് കേട്ടോ നേരിട്ട് കാണാൻ. ഇത് ഒരു കോഡ് സെറ്റാണ്. ഫാബ്രിക് വന്നിട്ട് മിന്ത്രയിൽ കൊടുത്തിട്ടുള്ളത് വിസ്കോസ് റയോൺ ആണ്, പക്ഷേങ്കിൽ വിസ്കോസ് റയോൺ അല്ല ഫാബ്രിക്, ശരിക്കും ഒരു ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് വരുന്നത്, ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ ഇതാ ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നെക്ക് വരുന്നത് ഇതുപോലെ ഒരു വി നെക്കായിട്ട് അവിടെ ചെറുതായിട്ടൊരു ഷോ ബട്ടണൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ 3/4 സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഇതാ വേസ്റ്റിൻ്റെ ഭാഗത്തായി ഇതുപോലെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് പോർഷനിൽ മാത്രമേ ഫ്രില്ലുള്ളൂ കേട്ടോ. ബാക്ക് സൈഡിൽ ലൈൻ ടൈപ്പിലാണ് വരുന്നത്. ഫ്രണ്ടിൽ ഇതുപോലെ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് അതുപോലെ ഇതിൻ്റെ ഈ 2 സൈഡിലായിട്ട് ഓരോ കട്ടിങ്ങും വരുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു കോഡ് സെറ്റാണ്. അത്യാവശ്യം ലെങ്ത്തും വരുന്നുണ്ട്. ഇട്ടിട്ടാണെങ്കിൽ നല്ലൊരു ക്ലീൻ ലുക്കും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. നല്ല അടിപൊളി മെറ്റീരിയൽ, അതുപോലെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. നല്ല ഫിനിഷിങ്ങിൽ നല്ല ക്വാളിറ്റി തന്നെയാണ് സ്റ്റിച്ചിങ്ങൊക്കെ വരുന്നത്. അത് പിന്നെ ഇതാ പാൻറ്റ് വരുന്നത് പലാസോ പാൻറ്റാണ്. സ്ട്രെയിറ്റ് പലാസോ ആണ് കേട്ടോ, എലിഫൻറ്റ് പലാസോ അല്ല. ഒരുപാട് ലൂസായി കിടക്കുന്ന പലാസോ അല്ല എന്ന് ഉദ്ദേശിച്ചത്. സാധാ രീതിയിൽ വരുന്ന സ്ട്രെയിറ്റ് പലാസോ ആണ്. പിന്നെ ഇതാ വേസ്റ്റ് വരുന്നത് റൗണ്ട് ഇലാസ്റ്റിക്കിലാണ്. ഒരു പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ വരുന്ന ഒരു കുർത്ത സെറ്റാണ് കേട്ടോ. കുർത്ത സെറ്റ് മീൻസ് ഒരു കോഡ് സെറ്റ് രീതിയിലാണ് ഇത് വരുന്നത്. ദുപ്പട്ടല്ല, പാൻറ്റും ടോപ്പും മാത്രം കേട്ടോ. അടുത്തത് ഒരു അനാർക്കലിയാണ്. ഫുൾ കോട്ടണിൽ, പ്യുവർ കോട്ടണിൽ വരുന്ന ഒരു അനാർക്കലിയാണ് കേട്ടോ. നല്ല ഫ്ലെയർഡായിട്ട് കിടക്കുന്ന ഒരു അനാർക്കലിയാണ്. മാത്രമല്ല പാനൽ കട്ടിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ആയിട്ടാണ് നിൽക്കുന്നത്. പിന്നെ ഇതാ നെക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. യോക്കിൽ ഇതുപോലെ ഇതാ ചെറിയ ഫ്ലോറൽ പ്രിൻ്റൊക്കെ കൊടുത്തിട്ട് അതിൽ സീക്വൻസൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്ത രീതിയിലാണ് യോക്ക് പോർഷൻ വരുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് തോന്നുന്നു. ചെറിയ ചെറിയ സീക്വൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ചെറുതായിട്ടൊരു നൈറാക്കട്ട് രീതിയിലാണ് വരുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഈ ഒരു യോക്ക് പോർഷനിൽ ഇതുപോലൊരു ടെസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിട്ടാലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. എക്സലാണ് കേട്ടോ സൈസ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എല്ലാ ഡ്രസ്സും കാണിക്കുന്ന എല്ലാ ഡ്രസ്സും എക്സലാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതാ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ. പ്യുവർ കോട്ടണിലാണ് പാൻറ്റും കുർത്തയും അതുപോലെ ദുപ്പട്ടയൊക്കെ വരുന്നത് കേട്ടോ. പാൻറ്റ് നേരത്തെ കാണിച്ച പോലെ തന്നെ റൗണ്ട് ഇലാസ്റ്റിക്കിൽ സ്ട്രെയിറ്റ് പാൻറ്റാണ് കേട്ടോ വരുന്നത്. സ്ട്രെയിറ്റ് പലാസോയിലാണ് വരുന്നത്. പിന്നെ ഇതാ ദുപ്പട്ട വരുന്നത് നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉള്ള കോട്ടൻ്റെ ദുപ്പട്ടയാണ് വരുന്നത്. നല്ല സോഫ്റ്റ് കോട്ടണിലുമാണ് വരുന്നത്. നല്ല പ്യുവർ കോട്ടണിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ദുപ്പട്ട ഷോള് ആയിട്ട് തലയിലിടുന്നവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നന്നായിട്ട് നല്ല വൃത്തിക്ക് തലയിലിട്ടാൽ നിന്നോളൂ കേട്ടോ. നല്ലൊരു അടിപൊളി ഒരു അനാർക്കലി സെറ്റാണ്. എന്തായാലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. അത്രയും നല്ല അനാർക്കലി സെറ്റാണ് കേട്ടോ ഇത്. അടുത്തതും ഒരു 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. ഫ്ലോറൽ പ്രിൻറ്റിൽ വരുന്ന വിസ്കോസ് റയോൺ ആണ് മെറ്റീരിയൽ. ഇതിൻ്റെ ഈ ഒരു പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു 3D പ്രിൻറ്റ് പോലെ ഉണ്ട് കണ്ടിട്ട്. പക്ഷേങ്കിൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ അതാ നെക്ക് വരുന്നത് ഈ ഒരു രീതിയിലാണ്. ഇതുപോലെ അതാ ചെറുതായിട്ട് ഈ ടൈപ്പിൽ സ്റ്റിച്ചിങ് കൊടുത്തിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്ക് കാണാൻ. അതുപോലെ അതൊരു 3-4 ബട്ടൺസും കൊടുത്തിട്ടുണ്ട്. ഷോ ബട്ടണാണ് കേട്ടോ, ഓപ്പൺ ചെയ്യാൻ പറ്റുമൊന്നുമില്ല. ജസ്റ്റ് ഒരു ഷോ ബട്ടണായിട്ട് കൊടുത്തതാണ്. ഈ നെക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ നെക്കാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുക. പിന്നെ ഇതൊരു എയർലൈൻ കുർത്തിയാണ്. ഒരുപാട് ഫ്ലെയർഡ് അല്ല, എന്നാൽ അത്യാവശ്യം ഫ്ലെയറായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. സ്ലീവ് 3/4 ആണ് കേട്ടോ. എല്ലാ കുർത്തകളുടെയും സ്ലീവ് 3/4 തന്നെയാണ് കേട്ടോ ഉള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാം എക്സൽ തന്നെയാണ് സൈസും. ഇത് വിസ്കോസ് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ വന്നിട്ട്. ഇത് ശരിക്കും നല്ല മെറൂൺ കളറിലാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സ്. പക്ഷേങ്കിൽ നമ്മളിത് വീഡിയോയിൽ വരുമ്പോൾ ഒരു റെഡ് കളറിലാണ് കാണുന്നത്. ഇതിൻ്റെതാ ഓവറോൾ ലുക്ക് ഇങ്ങനെയുണ്ട് വരുന്നത്. ഇതുപോലെയാണ് പ്രിൻ്റ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ പാൻ്റാണെങ്കിൽ ഇതുപോലെ റൗണ്ട് ഇലാസ്റ്റിക് ആണ് വേസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ സ്ട്രെയിറ്റ് ബോട്ടമാണ്.
ഇതും വിസ്കോസ് റയോണിലാണ്, സെയിം മെറ്റീരിയലാണ് കേട്ടോ. ഈ ടോപ്പ് ആൻഡ് പാൻറ്റും സെയിം മെറ്റീരിയൽ. പക്ഷേ ഈ ഷോള് വരുന്നത് വിസ്കോസ് ഓർഗൻസ് ആണ് കേട്ടോ. നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പിലുള്ള ഷോളാണ്. ഷോൾമേലുള്ള പ്രിൻറ്റ് കാണാനും നല്ല ഭംഗിയുണ്ട്. ടോപ്പിലുള്ള പ്രിൻറ്റിനെക്കാട്ടിനും ഒന്നുകൂടെ ഒന്ന് കൂടുതലായിട്ട് ഷോളിലുണ്ട്. ഷോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇട്ടാലൊക്കെ തലയിലിടുന്ന ആൾക്കാരാണെങ്കിൽ നല്ല ഒതുക്കത്തിൽ നിൽക്കുകയും ചെയ്യും കേട്ടോ. ഇനി അടുത്തതും ഒരു അനാർക്കലി തന്നെയാണ് കേട്ടോ വരുന്നത്. നല്ല ഫ്ലെയർഡായിട്ട് നിൽക്കുന്ന ഒരു അനാർക്കലിയാണ്. പിന്നെ അതാ സ്ലീവ് 3/4 ആണ്. ഈ ഒരു രീതിയിലാണ് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. നെക്കാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ സീക്വൻസൊക്കെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീക്വൻസ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ പോർഷനിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ ക്യാമറയിൽ അത് അങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്നാട്ടോ എനിക്ക് തോന്നുന്നത്. നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ കാണാൻ. നല്ലൊരു ബ്ലൂവിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ടിട്ടും നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിന്നെ ഫുൾ പാനൽ കട്ടിലാണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്ലെയർഡായിട്ട് തന്നെ കിടക്കുന്നത്. ബാക്ക് സൈഡിലും പാനൽ കട്ട് തന്നെയാണ് കേട്ടോ. വേസ്റ്റ് ഭാഗത്ത് ഒരു കട്ടിംഗ് ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെ താഴോട്ട് പാനൽ കട്ടിൽ വരുന്ന രീതിയിലാണ് കേട്ടോ. ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇതിൻ്റെ പാൻറ്റ് വരുന്നത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതുപോലെ ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ടൈ വേണമെന്ന് വെച്ചാൽ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ടൈ വരുന്നത്. പിന്നെ സ്ട്രെയിറ്റ് പാൻറ്റാണ്. ഫുൾ കോട്ടണിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. പാൻറ്റും ടോപ്പും ഷോളും ഒക്കെ നല്ല പ്യുവർ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉണ്ട്. സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ് കേട്ടോ. നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് വരുന്നത്. ഇനിയിപ്പോൾ ഷോളാണെങ്കിൽ നല്ല വെടുത്തും ലെങ്ത്തും ഒക്കെ ഉള്ള രീതിയിലുള്ള ഷോളാണ് കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ച അനാർക്കലിൻ്റെ അതേ രീതിയിൽ തന്നെ നമുക്ക് തലയിലൊക്കെ ഇട്ടാൽ നല്ല വൃത്തിയിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഷോള് വരുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്തും ഉണ്ട് ഈ ഒരു ടോപ്പിന്. നമ്മൾ അത് ഇടുമ്പം മനസ്സിലാവും കേട്ടോ അത്രത്തോളം ഭംഗിയുണ്ട് എന്നുള്ളത്. അത്രയും ക്വാളിറ്റിയിലാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നല്ല പ്യുവർ കോട്ടണിലാണ് കേട്ടോ വരുന്നത്. അപ്പം മിന്ത്രയിൽ ഇപ്പോൾ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. ദിവാലി സെയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ പെട്ടെന്ന് വാങ്ങിച്ചോളൂ. അപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇതൊരു 3 പീസ് സെറ്റ് തന്നെയാണ് കേട്ടോ. എന്താ പറയുക, കോട്ടൺ അല്ല, വിസ്കോസ് റയോണിലാണ് വരുന്നത്. റയോണിൽ നല്ല ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. നമുക്കൊരു ഹൽദി തീം അല്ലെങ്കിൽ രംഗോലി തീമിലൊക്കെ ഭയങ്കര ആപ്റ്റായിട്ടുള്ളൊരു കുർത്ത സെറ്റാണ്. ഇതുപോലെ 2 കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഒരു വൈറ്റ് ലേസും സ്ലീവിലും അതുപോലെ ടോപ്പിൻ്റെ എൻഡിലും ഒക്കെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ലേസും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പാൻറ്റിൻ്റെ എൻഡിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം ലേസ് തന്നെ പാൻറ്റ് വരുന്നത് ഇതുപോലെ റൗണ്ട് ഇലാസ്റ്റിക്കിലാണ്. ടോപ്പ് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത്തിലാണ് ടോപ്പ് കിടക്കുന്നത്. പിന്നെ നാസ്മിൻ ദുപ്പട്ട കേട്ടോ വരുന്നത്. ദുപ്പട്ടയിലും ആ ഒരു ലേസ് 2 അറ്റങ്ങളിലായിട്ട് ആ 2 ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ദുപ്പട്ടേൻ്റെ 2 സൈഡിലും ഈ ഒരു രീതിയിലാട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും നല്ലൊരു കുർത്ത സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ഹൽദി തീം രംഗോലി തീമിനൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതിക്കോട്ടെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ചെക്ക് ചെയ്ത് നോക്കിക്കോ.